മന്ത്രി രാജൻ കല്ലിട്ട് പോകലല്ല ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക പരിപാടിയുടെ അന്തസ് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ല മര്യാദ എന്താണെന്ന് മന്ത്രിമാരും മനസ്സിലാക്കണം. മനസ്സിലായി? ഇവര് കൊടുക്കുന്നതിന് മുമ്പ് 52 വീട് മുസ്ലിം ലീഗ് കൊടുത്തു. ഇനി ഈ പരിപാടിയിലേക്ക് 10 കോടി രൂപ കർണാടക ഗവൺമെന്റ് കൊടുത്തു. ശ്രീ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടാണ്. ഒരു വർഷം ഗവൺമെന്റ് എടുത്തു സ്ഥലം ഏറ്റെടുക്കാൻ. ഒരു വർഷം സർക്കാർ ഇത്രയും വലിയ സൗകര്യങ്ങളുണ്ട്. സർക്കാരിന്റെ സ്ഥലം ഞങ്ങൾക്ക് 100 വീട് പണിയാൻ തരുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് ഞങ്ങൾക്ക് പ്രത്യേകമായി തരില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ സർക്കാരിന്റെ പദ്ധതി ഉപേക്ഷിച്ച് ഞങ്ങൾ സ്ഥലം തേടി പോയത്. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്ത് കല്ലിട്ടു. സർക്കാർ 1 കൊല്ലം എടുത്ത് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുന്നത് എന്തിനാ? മുസ്ലിം ലീഗിന്റെ പകുതിയിൽ കൂടുതൽ വീടുകൾ കൊടുത്തു കഴിഞ്ഞു. കർണാടക ഗവൺമെന്റ് ഓഫർ ചെയ്ത 10 കോടി രൂപ കൊടുത്തു. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവിടുത്തെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ വേണ്ടിയല്ലേ അത് കൊടുത്തു. എന്നിട്ട് ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഔദ്യോഗിക വേദിയിൽ വെച്ച് അത് അധിക്ഷേപിക്കുന്നത് അത് നിലവാരമില്ലായ്മയാണ്. ഞാൻ അത് എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിച്ച് എന്നോട് ക്ഷമിക്കണം, പക്ഷെ പറയാൻ പാടില്ലായിരുന്നു. അവരത് ചെയ്തത് വളരെ തെറ്റായിട്ട്. അത് തിരുത്തി പറയണം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. തീർച്ചയായിട്ടും ആർക്കും അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവിടുത്തെ MLA അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ വന്ന് MLA പറഞ്ഞു ഇവിടെയുള്ള ദുരിതബാധിതരല്ല ഇത് ചെയ്തത്, ഇത് പുറത്തുനിന്ന് വന്ന ആളുകൾ, ഇതിന് വേണ്ടി കൊണ്ടുവന്ന ആളുകളാണ് ഇത് ചെയ്തതെന്ന് അവിടെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു. അവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളുകൾ. ചെയ്യാമോ ഒരു ഔദ്യോഗിക പരിപാടിക്ക്?